ഹായ് സുഹൃത്തുക്കളെ, ഈ ഏപ്രിൽ മാസത്തെ പൊതുവായിട്ടുള്ള ഒരു മാസത്തെ ഫലം ഒന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു പ്രഡിക്ഷനകത്ത് ഒരു കാരണവശാലും നമ്മൾ ചൊവ്വയെ കൺസിഡർ ചെയ്തിട്ടില്ല, അതുപോലെ കേതു രാഹുക്കളെ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം കേതുവും രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ ബാഡ് പ്ലാനറ്റ് ആണ്. അപ്പം നമ്മുടെ ബർത്ത് പല രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുതരാനുള്ള കഴിവുള്ള ഇതാണ്. പ്രത്യേകിച്ച് ചില ആൾക്കാരുടെ ബർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കേതു ചൊവ്വ ഒക്കെ കണക്റ്റഡ് ആണ്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് മൾട്ടിപ്പിൾ ആക്സിഡന്റ്, മൾട്ടിപ്പിൾ സർജറികൾ നടത്താൻ, മൾട്ടിപ്പിൾ ആക്സിഡന്റ് നടത്താനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് ഈ ഗ്രഹങ്ങൾ ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പാസ് ചെയ്യുന്ന സമയമാണെന്നൊരു 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. അല്ലെന്നൊരു കേതു പാസ് ചെയ്താൽ 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള വൃത്തിയാട്ടുകാർക്ക് മാത്രമേ അത് അഫക്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സിഡന്റ് ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ബ്ലഡ് ദാനം ചെയ്യുക, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, അതുപോലെ ഒരു പിന്നെടുത്തിട്ട് ഒരു കയ്യിലൊന്ന് കുത്തിയിട്ട് ശകലം ബ്ലഡ് ഭൂമിക്ക് ഇടയ്ക്കൊന്ന് ദാനം ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇച്ചിരി വെള്ളം കുടിക്കുക, ഇച്ചിരി ഫുഡ് കഴിക്കുക. അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുമ്പോഴത്തേന് അതിന്റെ നെഗറ്റീവായിട്ടുള്ള എനർജികൾ പോകാനും എടുക്കാനും ഒക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുണ്ട്. മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുക, പല അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും. മാത്രമല്ല അതൊരു മംഗളകർമ്മം കൂടെയാണ്. ആർക്കെങ്കിലും ഒക്കെ ഒരു അവരുടെ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കർമ്മം കൂടാണ് ഇതിലുപരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ ഈ നമ്മുടെ ഇതിനകത്ത് രാഹു, കേതു, ചൊവ്വ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ശനിയുടെ മേടി ശനിയൊക്കെ പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വരിൽ അങ്ങനെയുള്ള ആൾക്കാരാണെന്ന രീതിയിൽ ചിലപ്പോൾ അവരുടെ പ്ലാനറ്ററി പൊസിഷൻ മോശം ഇതാണെന്ന് വരി ചില ആൾക്കാരെ പട്ടി കടിക്കാനോ അല്ലെ കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാന്, സ്കൂട്ടറിൽ 2 വീലറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാനും എടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതും കൂടെ ഒന്ന് പറയുക. അപ്പം ആ ഒരു ഓരോ പൊസിഷൻ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും അത് നമുക്ക് ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്നത് ശരിയല്ല. കാരണം ഓരോരുത്തരുടെയും പ്ലാനറ്ററി പൊസിഷൻ, അതായത് ഗ്രഹങ്ങളുടെ ഓരോ കോമ്പിനേഷൻ എന്നാണ് ഡിഫറൻറ്റാണ്. അതനുസരിച്ച് ഇപ്പൊ ഒരു നാളില് 100 പേര് ജനിച്ചു കഴിഞ്ഞാൽ 100 പേരും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കുറച്ച് കാര്യങ്ങൾ കർമ്മ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ മാച്ചാകും എന്നുള്ളതല്ലാതെ അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും കാരണം അതിന്റെ ആ പ്ലാനറ്ററി കണക്ടിവിറ്റിയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ശുക്രന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണക്ടിവിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകും. നമ്മൾ ബൃഹനാടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ചാർട്ട് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ രാഹു കേതുവിന്റെ കാര്യം പറഞ്ഞു. അതേമാതിരി ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് 4-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അല്ലെന്നൊരു 13-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അതുമല്ലെന്നൊരു 22-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അമിത്ഷാ ഒക്കെ 22-ാം തീയതി ജനിച്ച ആളാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു റോബിൻ ഹുഡിന്റെ ക്യാരക്ടർ അല്ലെ രാഹുവിന്റെ ആയിട്ടുള്ള ഒരു എനർജി കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതേമാതിരി 7-ാം തീയതി ജനിക്കുന്നത്, 16-ാം തീയതി ജനിക്കുന്നത്, 25-ാം തീയതി ജനിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ കേതുവിന്റെ ഒരു എനർജി കൂടുതലാണ്. അപ്പൊ ഈ കേതുവൊക്കെ പല കേസിലും ഒക്കെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അവർക്ക് തണ്ടലിന്റെ നടു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് പ്രശ്നം വരും. അതുകൊണ്ട് നമ്മുടെ ഈ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഏത് ഗ്രഹമായാലും 6-ലും 8-ലും 12-ലും പൊതുവെ അങ്ങനെ നല്ലതല്ല. പ്രത്യേകിച്ച് 6, 8 എന്നൊക്കെ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ മോശമാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ 8 പൊസിഷൻ എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ കളി എന്നാണ് പറയുന്നത്. അതായത് മരണവും ഡെത്തും കാര്യങ്ങളൊക്കെ പ്രൊഡിക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതിനുപരി ഒരുപാട് ലോട്ടറി, വലിയൊരു ലോട്ടറി അടിക്കുക, വലിയൊരു സമ്പത്ത് അടിക്കുക, വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സൗഭാഗ്യങ്ങൾ വരിക, ഇങ്ങനെയൊക്കെ ഉള്ളതും ഈ 8ാമത്തെ 8th പൊസിഷൻ തന്നെയാണെന്നുള്ള മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ ബുധനായാൽ പോലും 8th ഹൗസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൻ അലർജി, കടങ്ങളെ അല്ലെന്ന രീതിയിൽ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം മുടങ്ങാൻ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കേതു ബുധനൊക്കെ കണക്ട് ചെയ്തിരുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇടയ്ക്ക് തടസ്സപ്പെടാൻ, അല്ലെന്നൊരു കടങ്ങൾ വരാൻ, അതും അല്ലെന്നൊരിൽ ഈ പറഞ്ഞ സ്കിൻ അലർജി, ചില ആൾക്കാർക്ക് വെരിക്കോസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പോസിറ്റിവിറ്റിയാണ്. പ്രത്യേകിച്ച് ഈ കേതു ബുധനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ബർത്തിയായിട്ട് കണക്ട് ആയിരിക്കണം. അതായത് 1592617371148 അങ്ങനെ കണക്ടിവിറ്റി ഉണ്ട്. ആ ഒരു രീതിയിൽ ഞാനീ പറയുന്ന വേദിക് അസ്ട്രോളജി അല്ല. വേദിക് അസ്ട്രോളജിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് ബൃഹനാടിക്കകത്തൊക്കെ ഓരോ കാര്യങ്ങളും കറക്റ്റ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും കറക്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാനും പറയാനും ഇലാബറേറ്റഡ് ആയിട്ട് നമുക്ക് എന്ന് ജോലി കിട്ടും, എത്രാമത്തെ വയസ്സ് ജോലി കിട്ടും, അല്ലെങ്കിൽ എന്ന് കല്യാണം കഴിക്കാൻ പറ്റും, അങ്ങനെ A to Z പറയാൻ കഴിയുമോ എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ബുധൻ നെഗറ്റീവ് ആയിരിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഈ വേറെ വീട്ടിലെ ചിലപ്പോൾ ബൾബൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾക്ക് അത് ചെക്ക് ചെയ്യുക.
അതേമാതിരി വിട്ടുമാറാത്ത ഈ ഒരു സ്കിൻ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ശുക്രായാലും വയറുമായിട്ട് ബന്ധപ്പെട്ടത് ഓരോ ഡയറക്ഷനും ആണെങ്കിലും നമുക്ക് റോങ് ആയിട്ടുള്ള ടോയ്ലറ്റിന്റെ ഒക്കെ പൊസിഷൻ വന്നാൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നമാണ്. നമ്മളത് പല വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടി ഇതിനകത്ത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അതേപോലെ നമ്മുടെ വീട്ടിലെ ചില ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പൈപ്പ് പോലും ഇങ്ങനെ പൊട്ടി വെള്ളം പോവുക റെഗുലറായിട്ട്. അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രന് നെഗറ്റീവായിട്ടുള്ള വരും. ചന്ദ്രൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മെന്റലി ഡിസ്റ്റർബ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരും. നമുക്ക് ഇമോഷണലായിട്ട് ആവശ്യമില്ലാത്ത ഫീലിംഗ്, ഒരു ഡിപ്രഷൻ മാതിരിയുള്ള സിറ്റുവേഷൻ വരിക, അങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് ബർത്തിയാട്ടില് നമ്മുടെ ലഗ്നത്തിലൊക്കെ 3.2 ഡിഗ്രിയിലൊക്കെ ചന്ദ്രനൊക്കെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് 100% ഓട്ടിസം മാതിരിയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലഗ്നവുമായിട്ട് ചന്ദ്രനെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ്, അതല്ലെന്നൊരു പ്രത്യേകിച്ച് കേതു ചന്ദ്രൻ കണക്ട് ആണെന്നൊരു 100% അവർക്ക് മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ 100%. ഇങ്ങനെ ഓരോ ഗ്രഹത്തെ പറ്റിയും അപഗ്രഥിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഈ വീഡിയോ ലോങ് ആയിപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലോട്ട് കടക്കുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ പല വീഡിയോയ്ക്കകത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല ജനങ്ങൾക്ക് പോലും ചില ആൾക്കാർക്ക് ഓഡിയൻസിന് ബോർ ആകുന്ന ടൈപ്പുള്ള ഒരു കമന്റും ഇടയ്ക്ക് വരും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതേപ്പറ്റി ആ ഒരു പല ടൈപ്പുള്ള ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവഗ്രഹമാണ്. ഈ പറയുന്ന ജൂപ്പിറ്ററും അതായത് വ്യാഴം, ഈ വ്യാഴവും മറ്റൊരു ബുധന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഗ്രഹങ്ങൾ കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ 100% അല്ലെങ്കിൽ ഈ പറഞ്ഞ ചില ശനി, ചില പൊസിഷന്, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സബ്ജക്ട് വളരെ ഇഷ്ടമായിരിക്കും. അതേമാതിരി നമ്മുടെ ഈ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷൻ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലർ ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നതാണ്. കാരണം ഈ ഒരു ടൈപ്പ് നോക്കിയപ്പോൾ ഈ കൊടുത്തേക്കുന്നതായിട്ടുള്ള കറക്റ്റ് ഒരു പ്രഡിക്ഷൻ, ഈ ഒരു എത്ര സ്റ്റാർ വരെ ഉണ്ടെന്നുള്ളത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള മന്ത്ലി പ്രഡിക്ഷൻസ് എല്ലാ പ്രാവശ്യവും കിട്ടും. അത് തന്നെയല്ല നിങ്ങൾക്ക് ഇനി അല്ലെന്നൊരു ഇത് ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് ആ ഒരു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു പെയ്ഡായിട്ടുള്ള രീതിയിൽ പോകാൻ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ഈ പ്രഡിക്ഷന്റെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെയ്ഡായിട്ടുള്ള രീതിയിൽ അല്ലെന്നൊരു നിങ്ങൾക്ക് ഒരു ടൈം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് കാണാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് നേരത്തെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പിന്നെ ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. അതുപോലെ ഈ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ഞെക്കിയേക്കുക. അപ്പൊ അത്ര ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് പല രീതിയിൽ നമുക്കൊരു എൻകറേജ്മെന്റ് ആണ്. അപ്പൊ അതൊന്നും മറക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മലയാളത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ചാനലിലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ വരുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത്, ട്രാവല്, ഫൈനാൻസ്, കരിയർ അല്ലെങ്കിൽ റൊമാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ സബ്ജക്ട് എത്ര സ്റ്റാർ ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് വരാം. നിങ്ങൾ നോക്കി ഈ ഒരു പ്രഡിക്ഷന്റെ എത്ര അക്യുറസി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവലി ഒരു 2-3 മാസം ഇത് കണ്ടു കഴിയുമ്പോഴത്തന്നെ അത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഒന്ന് ഇതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ഇങ്ങനെ വീഡിയോസ് കാണാൻ പറ്റും. നമ്മുടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് രാശി വെച്ചിട്ടുള്ള പ്രവചനമാണ്. ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ഓരോരുത്തരും വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്നതും നടന്നതുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ായിട്ടുള്ള സമയം പിന്നെ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ ഗ്രഹങ്ങൾ അറിയാതെ ഇവിടെ ഒരു ചലനവും ഒന്നും ജീവിതത്തിൽ ഒരാൾക്കും സാധ്യമല്ല. കാരണം പല ആൾക്കാർ ചിലപ്പോൾ വിശ്വസിക്കത്തില്ല. 100% നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റി. ഇന്ന സമയത്ത് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടോ ജീവിതത്തിൽ, ഇന്ന സമയത്ത് സാലറി ഹൈക്ക്, അങ്ങനെയൊക്കെ ഉള്ള A to Z പറയാനുള്ള സംവിധാനമുണ്ട്. കുംഭൻ രാശി നോക്കിക്കഴിഞ്ഞാൽ ശനിയാണ് ഇവരുടെ നക്ഷത്രാധിപതി. അതുപോലെ ഇതിനകത്ത് നാളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവിട്ടം, ചതയം, പൂരിട്ടാതി. അവിട്ടത്തിന്റെ അര, ചതയം, പൂരിട്ടാതിയുടെ മുക്കാല്. അപ്പൊ ഇവിടെ അവിട്ടത്തെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വാണ്, ശനി കർമ്മയാണ്. അതുപോലെ ചതയത്തെ കൺട്രോൾ ചെയ്യുന്ന രാഹുവാണ്, രാഹു കർമ്മയാണ്. അതുപോലെ പൂരിട്ടാതിയെ നോക്കിക്കഴിഞ്ഞാൽ പൂരിട്ടാതിയെ കൺട്രോൾ ചെയ്യുന്ന വ്യാഴമാണ്, സൂര്യകർമ്മയാണ്. അപ്പൊ ഈ ഒരു കർമ്മയുടെ അനുസരിച്ച് നിങ്ങൾക്ക് പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇപ്പൊ അവിട്ടത്തെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വ കർമ്മം. അപ്പൊ ചൊവ്വ മിലിറ്ററി, പോലീസ്, പട്ടാളം, ഇങ്ങനെയൊക്കെ ഉള്ള ആംഗിളിലൊക്കെ ഉള്ള വർക്ക് ചെയ്യാൻ, എടുക്കാൻ, അല്ലെങ്കിൽ ഒരു ചൊവ്വാടായിട്ടുള്ള ദേഷ്യം, പിടിവാശിയൊക്കെ കാണിക്കാൻ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത്. മാത്രമല്ല ശനികർമ്മം. അപ്പൊ ശനിയായിട്ടുള്ള ഒരു ഡിലേ. മാത്രമല്ല ഈ ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ, എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കില് ശോഭിക്കാൻ, എടുക്കാൻ, അല്ലെങ്കിൽ ശനികർമ്മം അങ്ങനും അതും മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഉള്ള ഫീൽഡിലും ശോഭിക്കാനുള്ള ഒരു ഇത്. അതുപോലെ
ശരീരമായിട്ടുള്ള റേഡിയേഷനുള്ള ഒരു ചില കാര്യത്തിലൊക്കെ ഒരു ഡിലേ കാര്യങ്ങള് അങ്ങനെയൊക്കെ ഉള്ളത് ചില കാര്യത്തിലുള്ള ഒരു ഡിസിപ്ലിൻ ആൾക്കാരെ വളരെ ഷാർപ്പായിട്ട് പയ്യെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു ഇത് അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ കർമ്മം വെച്ചിട്ട് കൂട്ടി വായിക്കാം. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് ചതയത്തെ നോക്കിക്കഴിഞ്ഞാല് രാഹു കർമ്മയാണ്, ഡബിൾ രാഹുവാണ്, രണ്ട് രാഹുവിന്റെ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പൊ ഈ ഒരു രാഹുവിന്റെ ആയിട്ടുള്ള എനർജി, രാഹുവിന്റെ ആയിട്ടുള്ള എന്താ പറയുന്ന വക്രബുദ്ധി, ഷാർപ്പ്നെസ്, അത് റോബിൻ ഹുഡിന്റെ ആയിട്ടുള്ള ക്യാരക്ടർ, അങ്ങനെ പല രീതിയിലായിട്ട് നമുക്ക് ഇതിനെ കുട്ടി വായിക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഇപ്പൊ പൂരിട്ടാതി അതൊക്കെ വ്യാഴമാണ് ഭരിക്കുന്നത്. അപ്പൊ ഈ വ്യാഴത്തിന്റെ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനെ അതല്ലെന്ന് വരിക നമുക്ക് ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ്, ഫൈനാൻസ് അല്ലെന്ന രീതിയിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറിലൊക്കെ ശോഭിക്കാൻ കഴിയുക. അതുപോലെ സൂര്യകർമ്മ എന്ന് പറയുമ്പോൾ അവർക്ക് ആ സൂര്യന്റെ ആയിട്ടുള്ള ഒരു അതോറിറ്റിയുടെ ഗ്രഹമാണ്, ലീഡർഷിപ്പിന്റെ അങ്ങനെയൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനെ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ശോഭിക്കാൻ. അതുപോലെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അഡ്മിനിസ്ട്രേഷൻ അല്ല ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള മൈൻഡ്, അങ്ങനെയുള്ള ബിസിനസ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ എടുക്കാന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൂട്ടി വായിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോരുത്തരും വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തൊന്ന് ശ്രദ്ധിക്കേണ്ടത് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ടിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് 5 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം അതേപോലെ ട്രാവൽ എന്ന് പറഞ്ഞാൽ 4 സ്റ്റാർ, വെൽത്ത് 4 സ്റ്റാർ, ലക്ക് 3 സ്റ്റാർ, റൊമാൻസ് 3 സ്റ്റാർ, ഫൈനാൻസ് 3 സ്റ്റാർ, അതുപോലെ സ്റ്റഡി 2 സ്റ്റാർ. അപ്പൊ ഈ ഒരു സ്റ്റാറിന്റെ വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളുടെ എത്ര പേഴ്സൻറ്റേജ് നമ്മുടെ ലൈഫിൽ ഫിസിബിൾ ആണ്, പോസിറ്റീവ് ആകുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ലിയോ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ജനിച്ച ആൾക്കാർക്കാണെന്നൊരില് ഇത് കറക്റ്റ് ആയിട്ടുള്ള വരും. അപ്പൊ ആ രാശി വെച്ചിട്ട് നിങ്ങൾ നോക്കുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊരു വളരെ അക്യുറേറ്റ് ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയാണ്. പിന്നെ നമ്മുടെ വൃത്തിയായിട്ട് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ചില ഗ്രഹങ്ങളുടെ പ്ലാനറ്ററി പൊസിഷൻ മാറുന്നതിന്റെ അനുസരിച്ച് വേരിയേഷൻ വരാം. അപ്പൊ അത് വൃത്തിയായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം അനലൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്, ഏതായാലും ആരായാലും എന്തായാലും. കാരണം നമുക്ക് എന്ത് പഠിക്കണം, എന്ത് ചെയ്യണം എല്ലാം നമുക്ക് ഈ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനെടുക്കുന്നത് ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുക. ഇവരുടെ സഹോദരങ്ങളൊക്കെ കണ്ടുമുട്ടാൻ എടുക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പാർട്ടീഷനൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാർട്ടീഷൻ ചെയ്യാനൊക്കെ ഉള്ള വളരെ നല്ലതാണ്. അയൽവക്കക്കാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞു തീർക്കാൻ എടുക്കാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള സമയങ്ങൾ. അല്ലെന്ന രീതിയിൽ അവർ എന്തെങ്കിലും ഒരു ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ വളരെ ഫേവറബിൾ ടൈമാണ്. പ്രത്യേകിച്ച് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ വിവാഹാലോചനകൾ വരാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫേവറബിൾ ടൈം. അതുപോലെ ഹസ്ബൻഡുമായിട്ട് വിദേശത്തൊക്കെ ഉള്ള ആൾക്കാരും ഒക്കെ വന്നിട്ട് കണ്ടുമുട്ടാനും നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കിടാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ്സിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു ഉയർച്ച വരാന്, പുതിയ എഗ്രിമെന്റ്, പുതിയ കരാറ് അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടാന്, അല്ലെന്നൊരു ലോങ് ടൈം ആയിട്ട് എന്തെങ്കിലും പൈസ കടം കൊടുത്തിട്ട് അല്ലെന്നൊരു ക്രെഡിറ്റ് കൊടുത്തിട്ട് ലോങ് ക്രെഡിറ്റ് ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആ ഒരു പൈസ കിട്ടത്തില്ല എന്ന് വിചാരിച്ച്, എഴുതിത്തല്ല എന്ന് വിചാരിച്ചിരുന്ന പൈസ ഒക്കെ കിട്ടാന് എടുക്കാന്. അപ്പൊ നമ്മൾ ഒന്നും വിചാരിക്കണം, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. താൻവാദി ദൈവം വാദി എന്നാണല്ലോ. അപ്പൊ നമ്മളത് ഫോളോ അപ്പ് ചെയ്യാതെ ഇത് തന്നെ വരുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എല്ലാത്തിനും നമ്മുടെ ആയിട്ടുള്ള കർമ്മമുണ്ട്, ആഗാമിക കർമ്മം, സഞ്ചിത കർമ്മം, അങ്ങനെ പല കർമ്മങ്ങളുണ്ട്. നമ്മളപ്പം ബർത്ത് ഒരു പെർസെന്റേജ് ഉണ്ടെങ്കിലും നമ്മുടെ കർമ്മങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. കർമ്മ അതിനെ ഓവർടേക്ക് ചെയ്യാൻ കഴിവുണ്ട്. നമ്മുടെ കയ്യിലിരുന്നോ അല്ലാതെ നമ്മളൊന്നും ചെയ്യാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രകൃതിക്ക് ഒരുപാട് എനർജി ഉണ്ട്. നമ്മുടെ ഈ ഒരു കർമ്മ ആയാലും ആ കർമ്മം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പോസിറ്റീവ് റിസൾട്ട് വരത്തുള്ളൂ. കാരണം നമ്മളെ ഓരോ ജന്മങ്ങളെ നമ്മളെ ഈ ഭൂമിയിലോട്ട് അയച്ചേക്കുന്നതെന്ന് ഓരോ ലക്ഷ്യം വെച്ചിട്ടാണ്. ആ ഒരു ലക്ഷ്യ സാഫല്യം അല്ലെങ്കിൽ സാക്ഷാത്കാരം ചെയ്യണമെന്നതിന് നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുമ്പോൾ 100% അതിന്റെ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കാം. അതേമാതിരി ഫോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ വിസയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ മാറാനെടുക്കാനുള്ള വളരെ അനുകൂലമായിട്ടുള്ള സമയം. മാത്രമല്ല വിദേശത്ത് ഈ ഹയർ എഡ്യൂക്കേഷനായിട്ട് പോകേണ്ട ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ IELTS ഒക്കെ എക്സാം എഴുതുന്നിരിക്കുന്ന ആൾക്കാർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. പിന്നെ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സ്പെക്കുലേറ്റീവ് ഗെയിൻ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ അല്ലെ ട്രേഡിംഗിൽ നിന്ന് കിട്ടാൻ എടുക്കാൻ, അല്ലെ ഊഹക്കച്ചവടത്തിന് കൃത്യമായി ലാഭം ഉണ്ടാക്കാൻ എടുക്കാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. ലോങ് ജേർണി ചെയ്യാം, അങ്ങനെയുള്ള അതുപോലെ ഉല്ലാസ യാത്ര ചെയ്യാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ പറഞ്ഞ രീതി വിദേശത്തും വിസ റിലേറ്റഡ് ആയിട്ടോ അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാനും, അല്ലെന്നതിൽ ഹയർ എഡ്യൂക്കേഷനായിട്ട് ഇന്റർ സ്റ്റേറ്റ് വേറൊരു സ്റ്റേറ്റിലൊക്കെ എല്ലാവരും
അങ്ങനെയൊക്കെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അത് നമുക്ക് ഫേവറബിൾ ആയിട്ട് വരാനൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. നമ്മൾ മാത്രമല്ല, നമ്മൾ നടക്കത്തില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നടക്കാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല, ഏപ്രിൽ 19 കഴിഞ്ഞു കഴിഞ്ഞാൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഫേസ് ചെയ്തിരുന്ന ആൾക്കാർക്ക് പുതിയ ജോലി കിട്ടാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ബാങ്കിൽ നിന്ന് എന്തെങ്കിലും ലോണ് കാര്യങ്ങള് അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അത് പാസ്സായി വരാന് എടുക്കാന് അല്ലെന്നൊരു എന്തെങ്കിലും പൈസ കടം കൊടുത്തത് തിരിച്ചു കിട്ടാൻ എടുക്കാന് അങ്ങനെയൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഫേവറബിൾ ആണ്. എന്തെങ്കിലും ജോലിക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് മാറാന്, അല്ലെന്നൊരിക്കൽ എന്തായാലും ഗെയിൻ ഫ്രം ദ കമ്മ്യൂണിക്കേഷൻ എന്തുവേലും നമ്മൾ ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്കാണെന്ന രീതിയിൽ അത് വരാനും ആ ജോബ് കിട്ടാനെടുക്കാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല, വിദേശത്തൊക്കെ പോകാനുള്ള ആൾക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയം. ബിസിനസ്സിനകത്ത് നല്ല ഗെയിൻ ഉണ്ടാകാൻ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് നല്ല എന്തെങ്കിലും കരാറുകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ കിട്ടത്തില്ല എന്ന് വിചാരിച്ച ആ കരാറുകളൊക്കെ നമുക്ക് പാസ്സായി വരാൻ, അപ്രൂവലായി വരാനെടുക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, പുതിയ എഗ്രിമെന്റ്, പുതിയ കരാറുകൾ കിട്ടാൻ, അല്ലെങ്കിൽ ഹയർ ഒഫീഷ്യൽസിന്റെ അടുത്തുനിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രചോദനങ്ങൾ, അല്ലെങ്കിൽ അവർക്കൊരു പ്രോത്സാഹനമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു സംഭാഷണങ്ങൾ വരാൻ, അവരുടെ അടുത്തുനിന്ന് ഒരു എന്റർടൈൻമെന്റ് കിട്ടാൻ ഹയർ ഓഫീഷ്യൽസിന്റെ അടുത്തുനിന്ന്, അങ്ങനെ പല രീതിയിൽ. മാത്രമല്ല, ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെന്നൊരു ഗവൺമെന്റ് ഓഫീഷ്യൽസിന്റെ അടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക്, അല്ല പൊളിറ്റിക്കൽ സപ്പോർട്ടൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേവറബിൾ ആയിട്ട് വരാനും കൂടെ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ വിദേശത്തൊക്കെ പോകാനൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ അനുകൂലം. അതുപോലെ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു പൈസ വന്നു ചേരാന്, അല്ലെങ്കിൽ ഏതെങ്കിലും ചിട്ടിക്കകത്തുനിന്ന്, അല്ലെങ്കിൽ KSF ചിട്ടി, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് എവിടുന്നേലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ.